ഹലോ ആർമീസ്, ഇന്ന് ഒരുപാട് ലൈവുകൾ ഉണ്ടായിരുന്ന ഒരു ഡേ ആയിരുന്നല്ലോ. നമ്മൾ ഓൾറെഡി ജി കുക്കിന്റെ ലൈവിന്റെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വീട് ലൈവിന്റെ ഒരു ചെറിയൊരു ട്രാൻസ്ലേഷൻ ആണ്. സാധാരണയുള്ള വീട് ലൈവ് പോലെ തന്നെ ഇതൊരു വളരെ കുറച്ചു നേരം മാത്രമുള്ള ഒരു ലൈവ് ആയിരുന്നു. ഓക്കെ, ലൈവ് തുടങ്ങിയപ്പോൾ തന്നെ വി പറഞ്ഞത് ഞാനൊരു ഇൻസ്റ്റാ ലൈവിന് പോകാവോ എന്ന് നിങ്ങൾ ചോദിച്ചായിരുന്നല്ലേ. പക്ഷെ എന്റെ ഫോണിൽ ചാർജ് ആണെങ്കിൽ വളരെ കുറവായിരുന്നു. ചാർജ് വെറും 3% മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ലൈവ് കുറച്ചു നേരം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്ന് തന്നെ ആദ്യം തന്നെ വി പറയുന്നുണ്ട്. ഞാനാണെങ്കിൽ നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴത്തേനും ഓൾറെഡി നേരത്തെ വന്നവരുടെ ലൈവ് കഴിഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ലൈവ് ഒന്നും കൂടെ വന്നിട്ട് ആർമീസിനെയൊക്കെ കാണണമെന്ന്. പിന്നെയും വി പറയുന്നുണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ലൈവ് പോകാൻ ഇരുന്നതല്ല, ഞാൻ വന്നപ്പോഴത്തേനും അവരുടെ ലൈവ് തീർന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ലൈവില് വന്നതാണ്. പിന്നെ ഞാൻ ഡ്രങ്ക് ചെയ്തായിരുന്നു, കൂടാതെ ഒരുപാട് ഭക്ഷണവും കഴിച്ചുകൊണ്ട് എന്റെ വയർ ഫുൾ ആണെന്ന് പറയുന്നുണ്ട്. ഇന്നാണെങ്കിൽ ഞങ്ങൾക്കൊരു ഫ്രീ ഡേ ആയിരുന്നു, അത് ഞാൻ നന്നായിട്ട് ഉപയോഗിച്ചു, വർക്കൗട്ട് ചെയ്തു. ഇനി ഞാൻ ഇവിടെ താമസിക്കുന്ന എന്റെ ഒരു സുഹൃത്തിനെ കണ്ടായിരുന്നു. ഏറെ കാലത്തിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചു. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ലൈവില് ഇടയ്ക്ക് ഈ പാട്ടൊക്കെ പാടുന്നുണ്ട്. അതിനിടയിൽ എന്റെ സ്കിന്നാണെങ്കിൽ ഇപ്പൊ കുറച്ച് മോശം അവസ്ഥയിലാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ലൈവ് തുടങ്ങുന്നതിന് മുമ്പാണെങ്കിൽ എനിക്ക് നന്നായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. അതിന് ഞാൻ ഓർത്ത് ലൈവിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് ഉറക്കമൊക്കെ പോകുമായിരിക്കുന്നു. പക്ഷെ അങ്ങനല്ല, എനിക്ക് ഇപ്പോഴും നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഈ ലൈവ് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് കുളിച്ചിട്ട് ഉറങ്ങാനെന്നും വി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനും മറ്റു മെമ്പേഴ്സിന്റെ ലൈവ് ഒക്കെ കണ്ടായിരുന്നു. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ ഞാൻ ഓർത്തു ആരാണ് ലൈവ് വരുന്നതെന്ന്. വേറെ ആരുമല്ല, ജിമ്മിനും ജെങ്കുക്കും ആയിരുന്നെന്ന് വി പറയുന്നുണ്ട്. അപ്പൊ ഭക്ഷണം കഴിച്ച സമയത്താണെങ്കിൽ വി ആറുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ആർമീസിനോട് ഞാൻ എങ്ങനെ പറയും, നിങ്ങളെ ഞാൻ വളരെ മിസ് ചെയ്യുന്നുണ്ട്, എനിക്കിത് നിങ്ങളോട് നേരിട്ട് പറയണമെന്നുണ്ട്. പക്ഷെ എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നോ എങ്ങനെ നിങ്ങളോട് അത് പറയണമെന്നോ ഒന്നും എനിക്ക് അറിയില്ലെന്ന് പറയുന്നുണ്ട്. കൂടാതെ അയ്യോ എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞിട്ട് വി ലൈവ് എൻഡ് ചെയ്യുകയാണ് ചെയ്തത്. വിയുടെ ലൈവ് ചേർന്നായിരുന്നെങ്കിലും ഫുൾ ഓഫ് ലവ് ആൻഡ് ക്യൂട്ട്നെസ് ആയിരുന്നു അല്ലെ ആർമീസ്. ചാർജ് കുറവായാലും ഉറക്കം വരുമ്പോഴും ആർമീസിനെ കാണാൻ ലൈവ് വന്നതിൽ നിന്ന് തന്നെ നമുക്കറിയാം ഹൗ മച്ച് ഹി മിസ്ഡ് us. ഇതുപോലുള്ള ചെറിയ സംസാരങ്ങൾ തന്നെയാണ് ആർമീസിന്റെ മനസ്സിൽ വലിയ സ്ഥാനം വഹിക്കുന്നത്. ഈ ലൈവിൽ എന്തെങ്കിലും ഞാൻ പറയാനായിട്ട് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ.